പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈശോ ഗലീലിയൻ പട്ടണങ്ങളായ കൊറാസിൻ, ബെത്സൈദ എന്നീ പട്ടണങ്ങളിലെ ജനങ്ങളെ അതിശക്തമായി വിമർശിക്കുന്നു. കാരണം ഇതാണ്: അവർ നേരിട്ട് ഈശോ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും അവർക്ക് ഒരു മാറ്റവുമില്ലാതെ ജീവിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈശോ അവരെ അതിശക്തമായി വിമർശിക്കുന്നത്. കൊറാസിനിലെയും ബെത്സൈദയിലെയും ജനങ്ങൾ നമ്മൾ ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്നു. കാരണം നമ്മളും ഈശോയിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങളും നേടുകയും എന്നാൽ നമ്മളുടെ ആവശ്യം കഴിയുമ്പോൾ ഈശോയോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും വിശ്വാസവും നമ്മൾ മറന്നു പോവുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും മാനുഷികമായ സ്വാർത്ഥതയെ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന സന്ദേശം, നമ്മൾക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രം ഉണ്ടാകുമ്പോൾ, നമുക്ക് നിസ്സഹായമായ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രം ഈശോയെ വിളിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റം വരികയും എപ്പോഴും ഏതൊരവസരത്തിലും ദൈവത്തില് ആത്മാർത്ഥമായി ആശ്രയിച്ച്, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ.